ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീടാണിത്. 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വീടാണ്. അതും എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടില്ല, ഫുള്ളി ബ്രാൻഡഡ് മെറ്റീരിയൽ, അതേ കൊടുത്ത കൺസ്ട്രക്ഷൻ. കാരണം അതേ കൂട്ട് പണിതേക്കണ വീടും സ്വന്തം ആവശ്യത്തിന് വേണ്ടി അത്ര ഭംഗിയായിട്ട് പണിതൊരു വീട്. ഇതിന്റെ അകത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണാം, എല്ലാം ബ്രാൻഡഡ്. അപ്പൊ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം അതുപോലൊരു വീടാണ്. പ്രൈവറ്റ് റോഡാണ്. ഈ വീട്ടിലോട്ട് മാത്രം ടാർ ചെയ്തേക്കണ പ്രൈവറ്റ് റോഡ് വരെയുണ്ട്. അത്രയും സെറ്റപ്പ് ആയിട്ടാണ് ഈ വീട് പണി ചെയ്ത് ഫിനിഷ് ചെയ്തേക്കണം. സിറ്റ് ഔട്ട് ഒക്കെ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ്. മുറ്റത്താണെങ്കിൽ ഒരു 3-4 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. പിന്നെ അവിടെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്താലും കുഴപ്പമില്ല, കാരണം അത് നമ്മുടെ പ്രൈവറ്റ് റോഡാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ തടിയും കാര്യങ്ങളും എല്ലാനും നല്ല ബെറ്റർ ആയിട്ട് കയറി വരുമ്പോ തന്നെ നിങ്ങളുടെ ലിവിങ് ഏരിയ അത്യാവശ്യം വലിപ്പമുള്ള ലിവിങ് ഏരിയ ആണ്. ഡോറൊക്കെ കണ്ട എല്ലാനും അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതേക്കുന്നത്. ആ ഒരു സെറ്റപ്പ് ഈ പണിതേക്കുന്നത്. ഇപ്പൊ ഈ ഫ്ലോറിലിട്ടേക്കുന്ന ടൈലൊക്കെ വരെയും കജേരിയുടെ ടൈലാണ് ഇട്ടേക്കണം. സ്റ്റെയർ കേസ് ഒക്കെ 6 ഏക്കറുടെ ടൈലാണ്. ഈ റൂം കംപ്ലീറ്റ് 6 ഏക്കറാണ്. കാരണം ബ്രാൻഡഡ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചുള്ളൂ എന്നതാണ്. അത് ഇതിന്റെ കൺസ്ട്രക്ഷനും കാണണം. അതായത് ഒരു കംപ്ലീറ്റ്, കാരണം അതേ കൂട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ അതുപോലെ പണിക്കാരെ കൊണ്ട് പണിയിപ്പിച്ച വീടാണ്. ഫസ്റ്റ് ബെഡ്റൂം കണ്ടു കേട്ടോ. ആ ലിവിംഗ് ഹാളിലെ തൊട്ട് ഇപ്പുറത്തുള്ള ബെഡ്റൂമാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം. അതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമും എല്ലാം. വാഷ് ബേസിനും ക്ലോസറ്റ് വരെയും സൊമാനിയും പാരിവെയറും മാത്രം ഫിറ്റിംഗ്സ് എല്ലാം ഉപയോഗിച്ചേക്കണം. അവിടെ ഞാൻ എല്ലാം ബ്രാൻഡഡ്, ഒരെണ്ണത്തിൽ പോലും കോംപ്രമൈസ് കാണിച്ചിട്ടില്ല എന്നുള്ളത്. അതുപോലെ പക്കയായിട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു വീട്. നിങ്ങൾ ഇതിനകത്തൊക്കെ കിച്ചൺ കബോർഡും കാര്യങ്ങളെല്ലാം കാണോട്ടെ നിങ്ങൾ, കാരണം അതൊക്കെ കാണാനുണ്ട്. ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ വന്നത്. അത്യാവശ്യം വിശാലമായൊരു ഡൈനിങ് ഏരിയ. അതിന്റെ തൊട്ടപ്പുറത്ത് വാഷ് ബേസിൻ കൗണ്ടർ ഉണ്ട്. അതിന്റെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം. ഇത് താഴത്തെ ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമാണ്. ഇതും അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയക്ക് ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ അവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? ഒരു സ്ഥലവും വേസ്റ്റ് ആകാത്ത രീതിയിലാണ് എല്ലാം ചെയ്തേക്കണം. വാട്ടർ ഹീറ്റർ വരെ വെച്ചിട്ടുണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട് വീട്ടിൽ. നിങ്ങൾ ഫർണിച്ചർ നിങ്ങളെ തുണിയും മാത്രം കൊണ്ടുവന്നാൽ മതി. ബാക്കി സ്റ്റൗവ് കാര്യങ്ങളെല്ലാം ഉണ്ട്. കിച്ചൺ കബോർഡൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം അതേ കൂട്ട് സെറ്റ് ചെയ്തിട്ട് വയ്ക്കണം. ഇവിടെ നിങ്ങളുടെ വാഷ് ബേസിൻ കൗണ്ടർ ഉണ്ടോ. അത്യാവശ്യം നല്ല സെറ്റപ്പിലുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടറാണ് ഇതിൻ്റെ അകത്തുള്ള. വലിയ ഗ്ലാസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരും നല്ല പക്കയായിട്ട് പിടിക്കും. നിങ്ങൾ ഈ വീട് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 50 വർഷത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടില്ല. അതുകൊണ്ട് കിച്ചൺ കബോർഡൊക്കെ ഉണ്ടോ. സ്റ്റൗവ് ഹോബ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഫേബറിന്റെ സ്റ്റൗവും ഹോബുമാണ് വെച്ചേക്കണം. അതുകൊണ്ട് എല്ലാ ഐറ്റംസും ബ്രാൻഡഡ്. കാരണം ഒരു കാലത്തും ഒന്നും സംഭവിക്കരുതെന്ന് കൊണ്ടാണ് ഇത് പണിതേക്കണം. അത് ഇതിനകത്തൊരു 50 വർഷത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരരുത്. അതിന്റെ ഇടയ്ക്ക് പെയിന്റിങ് മാത്രം ചെയ്യാൻ പാടില്ല. ആ ഒരു കണ്ടീഷനിലാണ് ഇതിന്റെ കംപ്ലീറ്റ് നിർമ്മാണം. ഇതൊരു സ്റ്റോറേജ് സ്പേസ് അത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ്. ഇതുള്ള നിങ്ങൾ സെക്കൻഡ് കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാ കാര്യങ്ങളും അത് സെറ്റ് ചെയ്യാറുണ്ട്. ടൈലും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് എല്ലാനും ഒന്നിനൊന്ന് വെച്ചോന്നുള്ളത്. ഇവിടെ നമ്മൾ പുറത്തോട്ടൊക്കെ നേരെ കിണറ്. അതെ, അതും ഒരിക്കലും പറ്റാത്ത വെള്ളം. ഇപ്പൊ തന്നെ 10 അടി താഴ്ചയിൽ വെള്ളം കിടപ്പുണ്ട്. ഇപ്പൊ ചൂടായി തുടങ്ങി, എന്നിട്ടും ഒരു 10 അടി താഴ്ചയിൽ വെള്ളം കിടപ്പുണ്ട്. ഇനി ഇവിടുന്ന് മുകളിലോട്ട് വരിക. ഞാൻ ആ പുറവും പറമ്പൊക്കെ കാണിച്ചു തരാട്ടെ നിങ്ങളെ. ഇനി ഗ്യാപ്പില് ഞങ്ങൾ ഇത് ലാസ്റ്റ് ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം എല്ലാവരും. നമ്മത് സ്റ്റെയർ കേസ് മുകളിൽ ചെല്ലുമ്പോൾ ഈ സ്റ്റെയർ കേസിന്റെ കാലൊക്കെ കണ്ട എല്ലാം നല്ല ഡിസൈൻ വർക്കൊക്കെ ഉള്ള നല്ല അടിപൊളി സാധനങ്ങൾ ഇട്ടാണ് എല്ലാം ഫിനിഷ് ചെയ്തേക്കണം. ഇത് നമ്മ മുകളിലോട്ട് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ കണ്ട മുകളിലും അത്യാവശ്യം ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. കാരണം ഇത് എല്ലാവരും ഒരേ കാര്യത്തിന് ഉപയോഗിക്കുന്ന രീതിയിലാണ് എല്ലാം ഫിനിഷ് ചെയ്തത്. ഞാൻ എല്ലാവരും കാണിച്ചത് നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഈ വീടിന്റെ ഒരു സെറ്റപ്പ് മനസ്സിലാവുള്ളൂ. പിന്നെ ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ഇത് കഞ്ഞിക്കുഴിന്ന് വെറും 3 കിലോമീറ്റർ. അത് കോട്ടയം ഒരു കഞ്ഞിക്കുഴിയൊക്കെ ഒറ്റ കോട്ടയം ടൗൺ തന്നെയാണ് കഞ്ഞിക്കുഴി എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഒരു 3 കിലോമീറ്ററേ ഉള്ളൂ. ഉണ്ടോ. അതും അറ്റാച്ച്ഡ് ബെഡ്റൂം കാര്യങ്ങൾ. എല്ലാരും ബ്രാൻഡഡ്. ഒരെണ്ണം പോലും
ബ്രാൻഡഡ് അല്ലാത്തൊരു സംഭവം ഇല്ലെന്നുള്ളത്. ഈ റൂമെല്ലാം കംപ്ലീറ്റ് 6 ഏക്കർ ടൈലായിട്ടേക്കണം. ഈ ഹാള് കാര്യങ്ങൾ മാത്രമാണ് കജേരി ഉപയോഗിച്ചേക്കണം. അങ്ങനെ എല്ലാം കൊണ്ടും എന്താ മുകളിലത്തെ 2ാമത്തെ ബെഡ്റൂം ഉണ്ടത്. ഇത് എല്ലാം അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഇത് ഇപ്പൊ ഉള്ളത് 6.25 സെന്റ് സ്ഥലവും ഈ വീടിനും കൂടിയാണ് ഇപ്പൊ വില പറഞ്ഞേക്കണം. 6.25 സെന്റ് സ്ഥലം, ഈ 2000 സ്ക്വയർ ഫീറ്റ് 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള ഈ പുതിയ വീടിന്, അത് ബ്രാൻഡഡ് വീടിന് ചോദിക്കണ വില 78 ലക്ഷം രൂപയാണ്. അതല്ല നിങ്ങൾക്ക് 10 സെന്റ് 10ആയിട്ടല്ല 10.25 സെന്റ് വരും. തൊട്ടപ്പുറത്ത് തന്നെ ഒരു 4 സെന്റ് വീട് അത് ഞാൻ കാണിച്ചു തരാട്ടോ. ഇത് നിങ്ങളുടെ ഓപ്പൺ സ്പേസ് ആണ്. കണ്ടോ, ഒരു ബാൽക്കണി ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളത് കണ്ട. ഈ കണ്ട നേരെ കയറി ചെല്ലുന്ന റോഡാണ്. കണ്ടത് നേരെ ഈ വേളവഞ്ഞങ്ങ കയറി ചെല്ലുന്നത് മെയിൻ റോഡിലോട്ടാണ്. അവിടെ നേരെ കയറി ചെന്ന കന്നിക്കുഴി. ഇത് ഇപ്പുറത്ത് വേറൊരു സ്പേസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഇതെല്ലാം ഇവിടെ ഇട്ടിരുന്നത്. കാരണം നിങ്ങൾക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യുക, തുണിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണക്കാനുണ്ട്. അതായത് പോയിന്റ് ഇട്ടിട്ടുണ്ട്, വേസ്റ്റ് വാട്ടർ പോകാനുള്ള പൈപ്പ്, എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. അവിടെ പൈപ്പും ഈ വാഷിംഗ് മെഷീനിലെ കണക്ഷൻ എല്ലാം വരും. ഇതിന്റെ മുകളിലോട്ട് കയറാൻ വേണ്ടിയാണെങ്കിൽ ആ ഒരു സെറ്റപ്പ് ഉണ്ട്. കണ്ടിത് ഇതൊരു നേരെ മുകളിലോട്ടില്ല. ഇനി നമുക്ക് മറ്റേ ഞാൻ പറഞ്ഞത് 4 സെന്റ് ഉണ്ടെന്ന് പറഞ്ഞത്, അതെ ഈ കാണാൻ 4 സെന്റ് കണ്ടോ. ഈ മതലിന്റെ ഇന്ത്യ തുടങ്ങി അവിടെ ഒരു അടക്കാമരമൊക്കെ ഇപ്പൊ ഉണ്ട്. ആ അടക്കാമരം നിൽക്കണ്ട 2 എണ്ണം അടുപ്പിച്ച് ആ കവുമ്പ് നിൽക്കുന്നതിന്റെ ആ ഇന്ത്യ വരെ, അതുവരെയാണ് ഇത് വരുന്നത്. അപ്പൊ അത്രയും സ്ഥലം കിട്ടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കൃഷി ചെയ്യാൻ കാര്യങ്ങൾക്കൊക്കെ ഇത്തിരി സൗകര്യം ഉണ്ട്. അപ്പൊ ഇവിടെ ഈ മതിലിന്റെ ഒരു സൈഡിൽ ഒരു ഡോർ പോലെ വെച്ചിട്ട് അതും കൂടി ഒന്ന് കോമ്പൗണ്ട് പോലെ വെട്ടിയെടുത്താൽ മതി. അപ്പൊ ആ ഒരു കാര്യം റെഡിയായി. കാരണം ഈ മൂലയാണ് ഇതിന്റെ നേരെയാണ് ഇതിന്റെ അതിര് വരുന്നത്. അപ്പൊ അതിന് ചോദിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സെന്റിന് 3 ലക്ഷം രൂപ ഉണ്ട്. 4 സെന്റിനാകുമ്പോഴത്തെ 4 3 12 14 ലക്ഷം രൂപ എക്സ്ട്രാ വരും. അപ്പൊ മൊത്തത്തിൽ ഒരു 92 ലക്ഷം രൂപയോളം വരും. അപ്പൊ നിങ്ങൾക്ക് അതും കൂടി ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി വാങ്ങിക്കാം. ഞാൻ പറഞ്ഞ അതും കൂടി വാങ്ങിക്കലായിരിക്കും ബെറ്റർ. അപ്പൊ 10.25 സെന്റ് സ്ഥലവും അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കണ്ടോ, വീടിന്റെ ചുറ്റിനൊക്കെ ആവശ്യത്തിന് സ്ഥലമുണ്ട്. അതുകൊണ്ട് ഒരു 4-5 രീതിക്ക് സ്ഥലമുണ്ട്. ഇതിലേക്ക് ഇറങ്ങി നേരിടേണ്ട അതായത് കംപ്ലീറ്റ് മെറ്റലിട്ടേക്കണം. കാരണം പുല്ലും കാര്യങ്ങളൊന്നും മുളക്കൂല. പിന്നെ നമ്മളത് തിരികെ ശ്രദ്ധിച്ച് ചെയ്യണമെങ്കിൽ ഒരു കംപ്ലൈന്റ് ഇല്ലാണ്ട് കിടക്കും. കണ്ടോ, ഫ്രണ്ടിലൊക്കെ ചെയ്യണമെങ്കിൽ ഇഷ്ടംപോലെ വണ്ടി വർക്ക് ചെയ്യണ്ട. വണ്ടി ഇവിടെ ഒന്ന് നിൽക്കണുണ്ടോ, ഇത് നമ്മുടെ വീട്ടിലോട്ടുള്ള വഴിയാണ്. അപ്പൊ ഈ കാണുന്ന ഈ അടിപൊളി വീട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം, ബ്രാൻഡാണ്, ഒരു കംപ്ലൈന്റും വരില്ല. നിങ്ങൾ മുടക്കണ പൈസക്ക് മൂല്യം കിട്ടും എന്നുള്ളത്. അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളത് നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. വീട് വന്ന് കണ്ട് ഇഷ്ടപ്പെടുക, ഇതിന്റെ ഓണറായിട്ട് നേരിട്ട് ഡീൽ ചെയ്യുക. അത്രയും സെറ്റപ്പ് ഉള്ളൊരു വീടാണ്, ഒന്നും പറയണ്ട. ഇവിടെ എത്ര വണ്ടി പാർക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, 2 4 5 6 വണ്ടിയെങ്കിലും ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ റോഡും ഉണ്ട്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.